ഹായ് ഹോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഇതുപോലുള്ള ഡെസേർട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അത് കൊടുക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാകാൻ. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള ഡെസേർട്ട് നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ. കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ടും ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കിക്കളഞ്ഞാലോ. വളരെ ഈസിയാണ് ഈ ഒരു ഡെസേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മാങ്ങ ഏതുമാകട്ടെ, മൽഗോവ മാമ്പഴം തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പം നമുക്ക് നല്ല മധുരമുള്ള മാമ്പഴം മാത്രം കിട്ടിയാലും മാത്രം മതി. അപ്പോൾ ഇതാ സേലത്തെ മാമ്പഴമോ മൽഗോവ മാമ്പഴമോ അതന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല പഴുത്ത മധുരമുള്ള മാമ്പഴം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നീക്കം ചെയ്ത് ചെറിയ ചെറിയ പീസായിട്ട് തന്നെ ഇതിനൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഇതാ ഈ മാങ്ങ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡെസേർട്ടില്ല ഒരു തവണ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ ഒരു ചൂടിന് വീണ്ടും വീണ്ടും ഈ ഒരു ഡെസേർട്ട് തന്നെ കഴിക്കണമെന്ന്. അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മാങ്ങ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് അല്പം പോലും പഞ്ചസാരയോ വെള്ളമോ ഒന്നും ചേർക്കാത്ത നല്ല പ്ലെയിൻ ആയിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് തന്നെ ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് മാങ്ങ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാങ്ങ ഏതായാലും കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു ഡെസേർട്ട് ഒന്ന് നന്നായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ പഞ്ചസാരയോ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെയാണ് മാങ്ങ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഈ ഒരു ഡെസേർട്ടിന് വേണ്ടിയിട്ടുള്ള കസ്റ്റേർഡ് ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ലിറ്റർ അളവിലാണ് പാലെടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ഡെസേർട്ട് തയ്യാറാക്കിയിട്ട് എടുക്കണോ അതിനനുസരിച്ച് മാങ്ങയുടെ അളവും അതുപോലെ തന്നെ പാലിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയും കുറക്കുകയും ഒക്കെ ചെയ്യാം. ഇനി ഞാനിതാ ഈ ഒരു കപ്പ് അളവിൽ കുറച്ച് പാലൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. കസ്റ്റേർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാൽ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു സമയത്താണ് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കസ്റ്റേർഡ് പൗഡർ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബൗളിൽ മിൽക്ക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്കാണ് ഞാൻ 2.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുള്ളത്. വാനില ഫ്ലേവറുള്ള കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ തന്നെ ഈ ഒരു കസ്റ്റേർഡ് ഞാൻ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. വാനില ഫ്ലേവറുള്ള കസ്റ്റേർഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡെസേർട്ടിന് വേറെ തന്നെ ഒരു ഫ്ലേവറാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ചൂടുകാലത്ത് ഇതുപോലുള്ള ഡെസേർട്ടൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ചൂട് ടൈമല്ലേ കുറച്ചും കൂടി ഈ ഒരു ഡെസേർട്ട് തന്നെ നമുക്ക് കഴിക്കണമെന്ന് തോന്നും. അത്രയും ടേസ്റ്റാണ് ഇത്. ഒരു തവണ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും കുടിക്കണമെന്ന് തന്നെ തോന്നും. അപ്പോൾ ഇതിൽ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം പഞ്ചസാരയുടെ അളവൊക്കെ ഞാൻ കുറച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1.5 കപ്പ് അളവിലാണ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം അത്യാവശ്യം നല്ലൊരു മധുരമുള്ള മാമ്പഴമാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പഞ്ചസാരയുടെ അളവൊക്കെ ഒന്ന് കുറച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. പാല് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കന്നെ ഇതിൻ്റെ ഫ്ലെയിം ഞാനൊന്ന് കുറച്ചിട്ടുണ്ടായിരുന്നേ. കാരണം നേരത്തെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുള്ള കസ്റ്റേർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കസ്റ്റേർഡൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് ഈ ഒരു സമയത്ത്. എന്നിട്ട് ഇതിനൊന്ന് കൈവിടാതെ തന്നെ ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഇത് ഈ ഒരു കസ്റ്റേർഡിൻ്റെ ഈ ഒരു ബാറ്റർ നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിത് കൈവിടാതെ തന്നെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇത് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഇതാ ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അപ്പോൾ ഇത് ഇനി തണുക്കാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സാബൂനരി തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിത് ആവിച്ചെമ്പിലാണ് ഇപ്പോൾ ഞാൻ സാബൂനരി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്ക് സാബൂനരി ഇട്ടതിന് ശേഷം ഇതിലായിട്ട് ഒരു 1/2 കപ്പ് അളവിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്ന് കട്ടായി പോയതാണ്.
ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ സാബൂനാരി ഒട്ടും തന്നെ എന്താ പറയുക, നമ്മൾ സാധാരണ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഒരു വല്ലാത്തൊന്ന് അടിഞ്ഞ പോലെയായി. ഇപ്പം ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബൗൾസായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സാബൂനാരി കിട്ടും. ഇനിതാ ഞാനിതിനൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കിതിനൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് സാബൂനാരി നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 2-3 തവണ കഴുകിയതിന് ശേഷം ഞാനിപ്പോൾ അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിക്കൊക്കെ സാബൂനാരി ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എന്താ നല്ല മണിമണി പോലെ ആയിട്ടുള്ള സാബൂനാരി നമുക്ക് കിട്ടും. കാരണം വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് അടിഞ്ഞതുപോലെ ഇപ്പം ഈ ഒരു രീതിക്ക് ഞാൻ ചെയ്തപ്പോൾ നല്ല രീതിയിൽ തന്നെ സാബൂനാരി നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി സാബൂനാരി ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ നേരത്തെ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു കസ്റ്റേർഡിൻ്റെ ബാറ്ററി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഒരു കട്ട പോലെയൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാംഗോയുടെ ഈ ഒരു പ്യൂരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പഞ്ചസാര നേരത്തെ ചേർത്തതിന് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. കാരണം ഞാൻ പഞ്ചസാരയുടെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം ഇതിൽ മാങ്ങയാണല്ലോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇത് മാംഗോ ഒക്കെ ചേർത്തതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ചൂടുകാലത്ത് ഇതുപോലത്തെ ഡെസേർട്ടൊക്കെ നമുക്ക് കുടിക്കാൻ കിട്ടിക്കഴിഞ്ഞാലല്ലേ നമ്മളിത് മുഴുവനായിട്ടും കുടിക്കും. ഒരല്പം പോലും നമ്മൾ ബാക്കി വെക്കില്ല. കാരണം അത്രയും ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ഒരു ഡെസേർട്ടിനുള്ളത്. പിന്നെ ഇതാ തയ്യാറാക്കി വെച്ചിട്ടുള്ള സാബൂനരിയില്ലേ, അതിതാ ഇതിലേക്ക് മുഴുവനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാബൂനരി എന്ന് പറയും, അല്ലെങ്കിൽ ചൊവ്വരി എന്ന് പറയും. അപ്പോൾ അത് മുഴുവനായിട്ടും വേവിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ തന്നെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. മാമ്പഴ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീടുകളിലും മാമ്പഴമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഉണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള ഡെസേർട്ടൊക്കെ നിങ്ങൾ ചെയ്തെടുക്കാം. കാരണം അത്രയൊരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ഒരു ഡെസേർട്ടിനുള്ളത്. കാരണം ഇതിലേക്ക് നമ്മൾ ചൊവ്വരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ. പിന്നെ ഞാൻ 10 മിനിറ്റ് മുൻപ് കസ്കസ് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കപ്പ് അളവിലാണ് കസ്കസ് കുതിർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ടും ഈ ഒരു ഡെസേർട്ടിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. മാമ്പഴം കൊണ്ടുള്ള ഈ ഒരു ഡെസേർട്ട് നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കുക. ഇതിൻ്റെ ഫ്ലേവർ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല, അത്രയും വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ഡെസേർട്ടിനുള്ളത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് 2 മാങ്ങ ഞാൻ കുഞ്ഞു പീസായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം. എന്നിട്ട് അത് മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്കാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ച് അനാറാണ്, അതായത് ഒരു വലിയ അനാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അതിൽ നിന്ന് കുറച്ച് മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചതാണ്. ബാക്കി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡെസേർട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലേ? ഇനിതാ ഞാൻ ജ്യൂസ് ഗ്ലാസ്സിലേക്കൊന്ന് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സമ്മറിൻ്റെ ഈ ഒരു ഡെസേർട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനിതാ മാറ്റി വെച്ചിട്ടുള്ള അനാർ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ കുറച്ച് സാഫ്രോൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ എൻ്റെ ഈ ഒരു ഡെസേർട്ടിന് ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ.